ചേർത്തുകൊണ്ട് ഈ ആന പുറത്ത് നിറക്കൂട്ടിൻ്റെ ഒരു ഏതോ മാന്ത്രിക ചിത്രകാരൻ വർണ്ണിച്ചെടുത്തതുപോലെ ചാലിച്ചെടുത്തതുപോലെ രണ്ട് കുടമാറ്റ ദൃശ്യങ്ങളും തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും ദൃശ്യങ്ങളുടെ ഒരാകാശ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങ് അകലെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ പച്ച കുടകൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. നിമിഷ നേരം കൊണ്ടാണ് ഈ കുടകൾ അവർ താഴേക്ക് മടക്കുകയും മുകളിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ എത്ര ആയാസകരമാണോ, എത്ര സൂക്ഷ്മതയോട് ഒരു കുട പോലും മാറിപ്പോയാൽ, ഒരു നിറം പോലും മാറി വന്നു പോയാൽ ഈ ചാരുത നഷ്ടപ്പെടുകയില്ലേ? അപ്പോൾ എത്ര ജാഗ്രതായ ഒരു ശ്രദ്ധ ഇതിൻ്റെ പിന്നിൽ, ഇത് കുടമാറ്റത്തിൻ്റെ പിന്നിൽ എത്രയോ ആൾക്കാർ, നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒരു ആനപ്പുറത്ത് എല്ലാം ഒരു 100ഓളം പേർ വരുമെങ്കിൽ അതിൻ്റെ ഒരു 3 ഇരട്ടിയോളം താഴെ അവരെ ഒരുക്കുവാനായി, അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്യുവാനായി ഉണ്ടായിരിക്കും എന്ന് തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം. ഓരോ ആനയുടെ പുറത്തും നിൽക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി ആൾക്കാർ ഇവർക്ക് ഒരുക്കങ്ങളായി നിൽക്കുന്നുണ്ട്. തിരുവമ്പാടിയുടെ പച്ച നിറത്തിലുള്ള കുടകളും നടുക്ക് മജന്ത നിറത്തിലുള്ള കുടകളുമായി നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ പാറമേക്കാവ് ഏത് നിറത്തിലുള്ള കുടകൾ ഇനി പുതിയതായി ഉയർത്തുമെന്നറിയാം. നീല കുടകളാണ് ഇപ്പോൾ അവിടെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നീല നിറത്തിലുള്ള കുടകളിൽ വെളുത്ത കിന്നരികൾ ഉണ്ട്. ആ ഓം എന്നുള്ള ഓങ്കാര സ്വരം ആലേഖനം ചെയ്ത കുടയാണ് മാറി വരുന്നത്. ഇത് പിങ്ക് നിറത്തിലുള്ള വളരെ കണ്ണിന് സുന്ദരമായ നിറത്തിലുള്ള ഉത്സാഹം പകരുന്ന ഒരു നിറം. എത്ര നിറങ്ങളാണ്, നിറങ്ങളുടെ എത്ര വകഭേദങ്ങളാണ് നമ്മളിവിടെ കാണുകയുണ്ടായത്. പാറമേക്കാവ് വിഭാഗക്കാർ ഉയർത്തിയ ഗണേശ വിഗ്രഹങ്ങൾക്ക് പകരമായി ഇനി തിരുവമ്പാടിയിൽ എന്താണ് ഉയർത്തുകയെന്ന് നിർനിമേഷരായി ആകാംക്ഷാഭരിതരായി കാത്തു നിൽക്കുകയാണ് ഈ ജനസഞ്ചയങ്ങൾ. അവർ അതിയാവോളം ഇരു വിഭാഗക്കാരെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കൈയുയർത്തി അല്പം മുമ്പ് നമ്മളിവിടെ നടന്ന കുടമുത്തറ മേളത്തിനും നടത്തുംവരവിനും ഒക്കെ നൽകിയ ആവേശം പോലെ തന്നെ കുടമാറ്റത്തിനും അവർ നൽകുന്നു മതിയായ നിറഞ്ഞ പ്രോത്സാഹനം. തിരുവമ്പാടി ഉയർത്തി വന്നിരിക്കുന്നത് വളരെ വിദൂര കാഴ്ചയിൽ പിങ്കാണോ റോസ് നിറമാണോ എന്ന് നമുക്ക് തീർത്തും പറയുവാൻ വയ്യായെങ്കിലും വളരെ കമനീയമായ സൗമ്യമായ ഒരു നിറമാണ് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ കുടകളുടെ മേലിലായി ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മത്സരത്തെക്കാളുപരി തങ്ങളുടെ ഭാവനയുടെ പ്രതീകമാണ് ഇപ്പോൾ പാറമേക്കാവ് ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. വെള്ളി നിറത്തിലുള്ള വെള്ളി കിന്നരികളുള്ള ഒരു നിറമാണ്. ഒരു വർണ്ണ വൈവിധ്യമാണ് അതിനകത്ത്. പല നിറങ്ങളുടെ ഒരു സങ്കലനമാണോ എന്ന് ദൂരെ നിന്ന് തോന്നിപ്പോവും. ആ കുടപ്പിടിയിലുമുണ്ട് വിവിധ വർണ്ണങ്ങളുടെ ഒരു ചാരുത, ഒരു കൂട്ട്, ഒരു നിറക്കൂട്ട്. ഇതിനോടൊപ്പം തന്നെ ഇതിന് ഭംഗിയാകുവാൻ, ഇതിന് കൊഴുപ്പേകുവാനായി ആലവട്ടവും വെഞ്ചാമരവും ഉയർത്തിപ്പിടിക്കുകയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ വളരെ ശ്രമസാധ്യമായ അലങ്കാരങ്ങളാണ് ആലവട്ടവും വെഞ്ചാമരവും നിർമ്മിച്ച് ഇവിടെ പ്രദർശിപ്പിക്കാൻ കഴിയുന്നത്. ഓരോ പൂരത്തിനും പുതിയ ചമയങ്ങൾ, പുതിയ പുതുമകളോട് കൂടിയ അലങ്കാരങ്ങൾ പ്രദർശിപ്പിക്കുവാനുള്ള ജാഗ്രത ഇരു വിഭാഗവും കാണിക്കുന്നു. ഇത് പൂരപ്രേമികളുടെ ഉത്സാഹത്തിൻ്റെ, അവരുടെ മാനസികമായ ഐക്യത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. തിങ്ങി നിറഞ്ഞ വർണ്ണനാതീതമായ എണ്ണുന്നതിനു പോലും ബുദ്ധിമുട്ടുള്ള നിയമാതീതമായ കൂട്ടായ്മയുടെ ഒരു പ്രതീകം, വളരെ വിദൂരമായ ഒരു ആകാശക്കാഴ്ചയാണ് തിരുവമ്പാടി വിഭാഗം. ഉള്ളിൽ കടും പച്ചനിറവും മുകളിൽ ഇളം പച്ചനിറവുമുള്ള ചില കുടകൾക്ക് അകത്ത് ഒരു നിറമെങ്കിൽ കുടശീലയ്ക്ക് പുറത്ത് മറ്റൊരു നിറമായിരിക്കും. അതും ഒരു പുതുമയാണ്. ഇരുനിറക്കുടകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാൻ മനസ്സിലാക്കാൻ കഴിയും. കുട ഒന്ന് ചരിയുമ്പോൾ മറ്റൊരു നിറം. ഇപ്പോൾ ഇളം പച്ച നിറത്തിലുള്ള കുടകളാണ്. പിന്നിൽ കൂടി അപ്പോഴപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന കുടകൾ മാറുകയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും നിരനിരയായി പുതിയ കുടകൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. തിരുവമ്പാടി വിഭാഗം പച്ച നിറത്തിലുള്ള കുടകൾ. ഇനി ഏത് നിറമാണ് അവിടെ പ്രയോഗിക്കുക എന്ന് നമ്മൾ കാണണം. നമ്മുടെ ഗജവീരന്മാർ ഈ വിസ്മയ കാഴ്ചകൾക്കൊക്കെ വളരെ സന്തോഷസൂചകമായ നിരത്തിൽ ചെവികളാട്ടി അങ്ങനെ നിൽക്കുന്നു. ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ട്രൈക്കളർ കുടയാണ്. ഈ ഡിസൈനുകളിൽ പോലും പുതുമകൾ ഇവിടെ ഈ വർഷം പുതിയതായി കാണുകയുണ്ടായി. സാധാരണ ഒരേ വർണ്ണങ്ങളിലും അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള ടെക്സ്ചറിന് പകരം പ്രിന്റുകൾ വ്യത്യസ്തമായ കാണുന്നു. പാറമേക്കാവ് ഇത് മഞ്ഞ സുവർണ്ണ നിറത്തിലുള്ള കുടകൾ ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ കുടകളിൽ പുള്ളികൾ, നല്ല കമനീയമായ പുള്ളികൾ. ഇത് പട്ടിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. ആ അലിപ്പുകൾ പോലും ഓരോ കുടയിലും വ്യത്യസ്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പാറമേക്കാവ് വിഭാഗത്തിൻ്റെ കുടകൾ ഇനിയും എന്താണ് എന്ന് അറിയുന്നതിന് മുമ്പ് തിരുവമ്പാടിയുടെ കുട ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. മുന്നിൽ കുങ്കുമ നിറവും പുറമെ
കിന്നരികളും വെച്ച വെള്ളി കിന്നരികൾ അല്ലെങ്കിൽ സുവർണ്ണ നിറത്തിലുള്ള കിന്നരികൾ വെച്ച കുടകൾ ഏതാണ്ട് ഒരു 3-4 ഡസനുകൾ ഇവർ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് എന്ന് തോന്നുന്നു. അതിവേഗമാണ്, ഒരു 2-3 മിനിറ്റുകൾക്കുള്ളിൽ കുടകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 1 മണിക്കൂറോളം പിന്നിടുമ്പോൾ എത്ര വേഗത്തിൽ ഈ കുടകൾ ഒരേപോലെ ഇരുള് പരക്കുവോളം ഈ കുടമാറ്റം അവർണ്ണനീയമായി തുടരുന്ന ഒരു രീതി. പാറമേക്കാവ് വിഭാഗം ഇതിനകം പുതിയ കുട കഴിഞ്ഞിരിക്കുന്നു. തവിട്ട് നിറത്തിലുള്ള കുടകൾക്ക് താഴെ അകമ്പടി പോലെ, താഴെ ഒരു ബീഡിങ് പോലെ മറ്റൊരു നിറം, സൗമ്യക്കാവും വണ്ണം ഒരു നിറച്ചാർത്ത് ഇതിൽ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു വർണ്ണ സഞ്ചയം ഒരുക്കിക്കൊണ്ട് കുടകളിൽ പുതുമകൾ കാട്ടിക്കൊണ്ട് ഉയർത്തുന്ന ശീലകളിൽ വ്യത്യസ്തത പകർന്നുകൊണ്ട് ഈ കുടമാറ്റം ഭാരതത്തിലെ അല്ലെങ്കിൽ വിദേശികൾക്ക് പോലും കൗതുകം ഉയർത്തുന്ന ഒരു കരവിരുതിൻ്റെ പ്രകടിത രൂപമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് ഇരുള് പരക്കുവാൻ തുടങ്ങുന്ന ഒരു രീതിയിലേക്ക് വരെ എത്തുമ്പോൾ വരെ ഈ കുടമാറ്റം തുടരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇരു വിഭാഗം പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും ഇടയിലുള്ള ജനസഞ്ചയം ആരുടെയും പക്ഷം പിടിക്കുകയല്ല, ഇരു കൂട്ടരെയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തിരുവമ്പാടി വിഭാഗം ഇതാ പുതിയ കുട ഉയർത്തിയിരിക്കുന്നു, മഞ്ഞ നിറത്തിലുള്ള കുട. പുറത്ത് തങ്ക നിറമുള്ള പുതിയ കുടയാണ് തിരുവമ്പാടി ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ കുടകൾ, വളരെ മനോഹരമായ കുടകൾ. നടുവിലേത്തത് നീലയാണ്, കടും നീല. ചാകരങ്ങളുടെ ഹൃദയത്തെ ഓർമ്മിപ്പിക്കുന്ന കടുത്ത നീല, അല്ലെങ്കിൽ ഒരു നീല രക്തത്തെ ഓർമ്മിപ്പിക്കുന്ന നീല നിറം. പാർശ്വങ്ങളിലാണെങ്കിൽ സ്വർണ്ണ നിറമുള്ള കുടകൾ. മനോഹരമായൊരു കളിക്ക്. പാറമേക്കാവിൻ്റെ ഭാഗത്ത് തന്നെയാണെങ്കിൽ വളരെ അപൂർവമായ ചതുരക്കള്ളികളിലൂടെ ബ്രൗണും തവിട്ടും ഇളം മഞ്ഞയും ഉപയോഗിച്ച്, ഇവിടെയാണെങ്കിൽ ഓറഞ്ചും മഞ്ഞയും ഉപയോഗിച്ച കള്ളികൾ നടുവിൽ ഇതുവരെ ഉപയോഗിച്ച ചിത്രവർണ്ണമുള്ള ചിത്രവർണ്ണ കള്ളികളുള്ള കുടകളാണ് ഇത്. ഈ വർഷത്തെ പുതുമയാണ് ചിത്രവർണ്ണ കള്ളികളാണ്. അതിൽ തവിട്ടും ഇളം മഞ്ഞയും ഒരു പാർശ്വഭാഗങ്ങളിലും നടുവിലത്തേൽ കടും മഞ്ഞയും തവിട്ടും നടുവിലത്തെ കുടകളുമായി ഉപയോഗിക്കുന്നു. പുതുമ ഈ വർഷത്തെ പുതുമയാണ്. ഭാഗത്ത് വീണ്ടും സ്വർണ്ണ നിറമുള്ള കുടകൾ, നടുവിലത്തേത് മജന്ത വർണ്ണമാണ്. വളരെ മനോഹരമായ കുടകൾ, മനോഹരമായ കുടകളാണ് തിരുവമ്പാടി ഭാഗത്തേക്ക് വിരിഞ്ഞിരിക്കുന്നത്. സ്വർണ്ണവർണ്ണമുള്ള കുടകൾ, അതിലൊരു ഇളം പച്ച നിറവുമുണ്ട്. നടുവിലത്തേതിന് 2 നിറങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായൊരു കാഴ്ച. ഈ അപൂർവസുന്ദരമായ കാഴ്ച ഇനി അടുത്ത വർഷങ്ങൾ കാത്തിരിക്കുന്ന കാഴ്ച കാണുന്നെങ്കിൽ ഇത് പാറമേക്കാവിൻ്റെ ഭാഗത്ത് പച്ച നിറമുള്ള കുടകൾ, തത്തപ്പച്ച എന്ന് വേണമെങ്കിൽ പറയാം. തത്തപ്പച്ചയുടെ നിറം, അതിലേക്ക് ഒലിച്ചിറങ്ങുന്ന മഞ്ഞ നിറങ്ങളുണ്ട്. നടുവിലത്തേതിന് മജന്ത നിറം, മനോഹരമായ പച്ചക്കുടകൾ, നടുവിലത്തെ മജന്ത നിറം, പിങ്ക്. ഒലിച്ചിറങ്ങുന്ന അരുവിയെ ഓർമ്മിപ്പിക്കുന്ന വെള്ളി നിറമുള്ള ഡിസൈനുണ്ട് അതിന് പച്ചയിൽ. അതിൽ തൃശൂലം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശൂലങ്ങളുണ്ട്. അടുത്തേക്ക് കാണുമ്പോഴേ വ്യക്തമാവുന്നത് ശൂലമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ തിരുവമ്പാടിയുടെ ഭാഗത്ത് മാറിക്കഴിഞ്ഞു. അവിടെ തിളക്കമുള്ള ഇളം നീല നിറമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ഡിസൈനുണ്ട്, വെളുപ്പിൻ്റെ നിറമുണ്ട്. നടുവിലത്തെ കുട വെളുപ്പാണ്. ഇളം നീല നിറമുള്ള കുടകളിൽ വെള്ളി ഡിസൈനുകൾ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. വർണ്ണിക്കുവാനാവാത്തതും പലതും വൈവിധ്യകരണ നിറങ്ങളും ഡിസൈനുമാണ് ഉപയോഗിക്കുന്നത്. വാക്കുകൾ കൊണ്ട് അതിൻ്റെ സൗന്ദര്യത്തെ മുഴുവൻ ഒപ്പിയെടുക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്കറിയാം. അത് നേരിട്ട് കാണുമ്പോൾ തന്നെ അതിൻ്റെ മനോഹാരിതയും ആകർഷണീയവും നമുക്ക് മനസ്സിലാവുന്നു.
പാറമേക്കാവ് വിഭാഗത്തിന്റെ കുടകൾ മാറിക്കഴിഞ്ഞു. ഇനിയും എത്രയോ കുടകൾ മാറാൻ നിൽക്കുന്നുണ്ട്. ഇളം നീല നിറത്തിലുള്ള കുടകളാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യമാകുന്നത്. ഒരു ഇളം വയലറ്റ് നിറത്തിലുള്ള കുടകളാണ് ദൃശ്യമാകുന്നത്. അതിൽ പൂക്കൾ തുന്നിച്ചേർത്തിട്ടുണ്ട്. നല്ല ഡിസൈനുകളുള്ള മൊസൈക്ക് രൂപത്തിലുള്ള കുടകളാണത്. വളരെ ചെറിയ 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 ഡോട്ട്സ്, കുത്തുകളുള്ള നിറങ്ങളുള്ള കുത്തുകളുള്ള കുടകളാണ് നമ്മൾ കാണുന്നത്. പച്ച നിറത്തിലുള്ള കുടയാണ് നടുവിലായിട്ട് ഉയർത്തിയിട്ടുള്ളത്. ഇങ്ങനെ നിരവധി നിരവധി പാറ്റേണുകൾ, വ്യത്യസ്തങ്ങളായ പാറ്റേണുകളാണ് ഇത്തവണ അവതരിപ്പിക്കപ്പെടുന്നത്. നിറങ്ങളുടെ വൈവിധ്യം മാത്രമല്ല, പാറ്റേണുകളിലെ ഡിസൈനുകളുടെ വൈവിധ്യമാണ് ഇത്തവണത്തെ കുടമാറ്റത്തെ ഏറെ ശ്രദ്ധേയമാക്കുന്നത് എന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ഒരുപാട് പാറ്റേണുകൾ ഇത്തവണ അവതരിപ്പിച്ചിട്ടുണ്ട്. കുടകൾ ഉപയോഗിക്കുന്ന കുടകളിൽ തിരുവമ്പാടി വിഭാഗത്തിലെ കുടകൾ മാറിയിരിക്കുന്നു. പച്ച നിറത്തിലുള്ള കുടകളാണ് അവിടെ ഉയർത്തിയിരിക്കുന്നത്. നടുവിൽ ചുവന്ന നിറത്തിലുള്ള കുടകളോടൊപ്പം തിളങ്ങുന്ന അലുക്കുകൾ, അവയെ പീത്ത എന്നാണ് പറയപ്പെടുന്നത്. ഇതിനായി ആവശ്യമായിട്ടുള്ള പീത്ത കേരളത്തിന് പുറത്തു നിന്നാണ് അത് കൊണ്ടുവരുന്നത്. സ്വർണ്ണ വെള്ളി നിറങ്ങളുള്ള അലുക്കുകൾ കുടകൾക്ക് ചുറ്റുമായി അത് നമുക്കിങ്ങനെ വെട്ടിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപൂർവ സുന്ദരമായ കാഴ്ചയാണ് ഇത് നമുക്ക് കാഴ്ചവെക്കുന്നത്. ഇതാ സ്വർണ്ണ നിറത്തിലുള്ള അലുക്കുകളാണ് അതിന് ചുറ്റും പിടിപ്പിച്ചിട്ടുള്ളത്. പച്ച നിറത്തിലുള്ള കുടകൾക്ക് സ്വർണ്ണ നിറത്തിലുള്ള അലുക്കുകളും ചുവന്ന നിറത്തിലുള്ള കുടയ്ക്ക് വെള്ളി നിറത്തിലുള്ള അലുക്കുകളുമാണ് പിടിപ്പിച്ചിട്ടുള്ളത്. തിരുവമ്പാടി വിഭാഗത്തിന്റെ കുടകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സായാഹ്ന സൂര്യന്റെ ചെങ്കതിരുകളേറ്റ് വെട്ടിത്തിളങ്ങുകയാണ് കുടയിലെ അലുക്കുകളെല്ലാം തന്നെ. തിരുവമ്പാടി വിഭാഗത്തിലെ ആളുകൾ അക്ഷമരായി നോക്കി നിൽക്കുകയാണ് പാറമേക്കാവ് വിഭാഗം ഏത് നിറത്തിലുള്ള കുടകളാണ് ഉയർത്തുക എന്നുള്ളത്. സാധാരണയായി രണ്ട് തരത്തിലുള്ള കുടകളാണ്. ഒന്ന് ട്രഡീഷണൽ, സാധാരണ നമ്മുടെ പാരമ്പര്യ സ്വഭാവത്തിലുള്ള കുടകളും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ കുടകളുമുണ്ട് ധാരാളമായിട്ട്. ആ കുടകളിൽ തന്നെ നേരത്തെ നമ്മൾ ദർശിച്ച പോലെ നിരവധി നിലകളുള്ള കുടകളുണ്ട്. അതുപോലെ തന്നെ നിരവധി പാറ്റേണുകളുള്ള കുടകളുണ്ട്. അതോടൊപ്പം തന്നെ കുടകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ചില രൂപങ്ങൾ തന്നെ സന്നിവേശിപ്പിച്ചിട്ടുള്ള ചില പ്രത്യേക കുടകളും നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവയെ സ്പെഷ്യൽ കുടകൾ എന്നാണ് പറയുന്നത്. ഇതാ ജനസഹസ്രങ്ങൾ അത്ഭുതാരവങ്ങളോടെ ആ ദൃശ്യങ്ങൾ കാണുന്നതാണ് നമ്മൾ കാണുന്നത്. വളരെ ആഹ്ലാദാരവങ്ങളോടെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ യൂത്ത് എന്ന് പറയാവുന്ന യുവ ജനങ്ങളാണ് അധികമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതാ വീണ്ടും പാറമേക്കാവ് വിഭാഗത്തിലെ കുടകൾ മാറുകയാണ്. ഒരു പ്രത്യേക രൂപത്തിലുള്ള കുടകളാണ് ഇത്. ഇതിന്റെ പീത്ത നേരത്തെ പറഞ്ഞ അലുക്കുകളിലാണ് നമ്മൾ വളരെ വ്യത്യാസം കാണുന്നത്. ഇതൊരു ഫോക്ലോർ കുട എന്ന് നമുക്ക് വേണം വിശേഷിപ്പിക്കാം. ഇത് തൃശ്ശൂരിനടുത്തുള്ള വിദ്യാലയത്തിലെ കുട്ടികൾ തയ്യാറാക്കിയ കുടകളാണ് ഇത്. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ കുടകളാണിത്. ഒരു ഫോക്ലോർ രീതിയിലുള്ള കുടകളാണിത്. വ്യത്യസ്ത ഡിസൈനുള്ള വർണ്ണങ്ങളുള്ള കുടകൾ. പാറമേക്കാവ് വക പോകുന്ന വിദ്യാമന്ദിറിലെ 7ഉം 8ലും ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പാരമ്പര്യ വർണ്ണങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കിയാണ് ഈ കുടകൾ. വിശാഖ്, യദുകൃഷ്ണൻ, അച്യുൻ പ്രതാപ്, ഹരിസുധൻ മുതലായവരാണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്. ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററും അവരുടെ ഡ്രോയിങ് മാസ്റ്ററും അവരെ ഈ കാര്യത്തിൽ സഹായിച്ചിരിക്കുന്നു. വളരെ നല്ല കുടകൾ. തിരുവമ്പാടി വിഭാഗം കുടകൾ മാറ്റിയിരിക്കുന്നു. ഇത് നമ്മൾ സാധാരണ കാണുന്ന ട്രഡീഷണൽ രീതിയിലുള്ള കുടകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷേ അതിൻ്റെ സ്വർണ്ണ നിറത്തെ അലുക്കുകൾ ചുറ്റും മാത്രമല്ല അതിന് മുകളിലായി തുന്നിച്ചേർത്തിട്ടുണ്ട്. പ്രത്യേക ഡിസൈനുകൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. നടുവിലുള്ള പച്ച കുടയ്ക്കും പ്രത്യേകതയുണ്ട്. പ്രത്യേക രീതിയിലുള്ള പച്ച നിറമാണ് അവിടെ കാണുന്നത്. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ആനകൾ നിറഞ്ഞിരിക്കുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും എത്രയോ കുടകൾ, നിരവധി ദൃശ്യ ചാരുതയുള്ള നിരവധി ഡിസൈനുകളുള്ള നിരവധി നിറങ്ങളിലുള്ള കുടകൾ ഇനിയും എത്രയോ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇരു വിഭാഗങ്ങളും ഇനിയും രഹസ്യങ്ങൾ പുറത്തെടുക്കാനായി ധാരാളമുണ്ട്. ഓരോ കുടകളും പുറത്തെടുക്കുമ്പോൾ വിവിധ തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.